ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ആളുകൾ തെറ്റായി ധരിച്ചിട്ടുള്ള ഒരു വശം കൂടി നമ്മൾ മനസ്സിലാക്കി പോകാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുടെ ഹിദായത്തിൻ്റെ വിഷയമാണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ചില ആളുകൾ മനസ്സിലാക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവും പിതാവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിൽ തന്നെ, ഹനീഫിയ എന്ന് പറയുന്ന ആ ഒരു മില്ലത്തിൽ തന്നെ തുടർന്നു വന്ന തൗഹീദുള്ള മുസ്ലിങ്ങളായിരുന്നു എന്നാണ് മനസ്സിലാക്കാറുള്ളത്. എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന് നേരെ വിരുദ്ധമായ പരാമർശങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഒന്നാമത്തേത് നമ്മളിപ്പോൾ പറഞ്ഞ ഹദീസ് തന്നെ. ഏതെങ്കിലും ഒരു വിധത്തിൽ തൗഹീദിനോടോ ഈമാനോടോ അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെങ്കിൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടാൻ അനുമതി ചോദിക്കുമ്പോൾ അനുവാദം കൊടുക്കാതിരിക്കുകയില്ല. ഉറപ്പായും അനുവാദം കൊടുക്കും. അപ്പോൾ ഒരാളിൽ നിന്ന് ഇസ്തിഗ്ഫാർ തേടാൻ പോലും ഉള്ള അനുവാദം എടുത്തു കളയണമെങ്കിൽ, അതിനുള്ള അനുമതി പോലും നിഷേധിക്കണമെങ്കിൽ ഉറപ്പായും അവർ തൗഹീദിലല്ല എന്ന് ആദ്യം നമ്മൾ ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം തന്നെ തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച വേറൊരു ഹദീസുണ്ട്. ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരു മനുഷ്യൻ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും, അയ്ന അബി, പ്രവാചകരെ എൻ്റെ ഉപ്പ എവിടെയാണ്? ഇപ്പം എവിടെയാണെന്നല്ല, മരിച്ചു കഴിഞ്ഞ ഉപ്പ പരലോകത്ത് എവിടെയായിരിക്കും എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. എവിടെയാണ് എൻ്റെ ഉപ്പ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിന്നാർ. പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തതനുസരിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഫിന്നാർ, നരകത്തിലാണ് നിൻ്റെ ഉപ്പ. മുസ്ലിമായിട്ടല്ല മരിച്ചത്, സ്വാഭാവികമായും നരകത്തിലാണ്. അയാൾ തിരിച്ചുപോയി. തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. തിരിഞ്ഞു പോയ അയാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന അബി വ അബാക ഫിന്നാർ. ഇന്ന അബി, എൻ്റെ വാപ്പയും, വ അബാക, നിൻ്റെ വാപ്പയും നരകത്തിലാണ്. സ്വഹീഹായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ ഈ ഹദീസിന് തലക്കെട്ട് കൊടുക്കുമ്പോൾ സ്വഹീഹ് മുസ്ലിമിനെ സംബന്ധിച്ച്, സ്വഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ചിടത്തോളം ബുഖാരിയിലെ ഓരോ ഹദീസുകൾക്കും ഓരോ അധ്യായത്തിനും തലക്കെട്ട് കൊടുത്തത് ഇമാം ബുഖാരി തന്നെയാണ്. പക്ഷേ സ്വഹീഹ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ ഓരോ അധ്യായങ്ങളായി തിരിച്ചത് ഇമാം നവവിയാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇമാം നവവിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തലക്കെട്ട് തിരിച്ചതിന് ഇത്ര പ്രാധാന്യത്തോടു കൂടി പറയാനുള്ള കാരണം, അതിൽ നിന്ന് പല സംഗതികളും നമുക്ക് മനസ്സിലാകും. ഒരു തലക്കെട്ടിൽ നിന്ന് നമുക്ക് പല സംഗതികൾ മനസ്സിലാകും. ഈ ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അതിന് ഏത് തലക്കെട്ടിൻ്റെ കീഴിലാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്? അപ്പോൾ ആ ഹദീസ് ഏതിലേക്കാണ് ചേർത്ത് വെക്കേണ്ടത് എന്ന് നമുക്ക് വളരെ വേഗം മനസ്സിലാകും. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉൾക്കൊള്ളുന്ന ഈ അധ്യായത്തിന് തലക്കെട്ട് കൊടുത്തത്, ബാബു ബയാനി അന്ന മൻ മാത അലൽ കുഫർ, കുഫറിലായി മരിച്ച ആളുകളെക്കുറിച്ചുള്ള അധ്യായം, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന അധ്യായം. ഫഹുവ ഫിന്നാർ, അവർ നരകത്തിലാണ് എന്ന് വിശദീകരിക്കുന്ന അധ്യായം. അപ്പോൾ ആ അധ്യായത്തിൻ്റെ കീഴിലാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിലായാലും മറ്റു പല പണ്ഡിതന്മാരും പല ഹദീസുകളുടെ വ്യാഖ്യാനത്തിലായാലും ഈ ഒരു കാര്യം ഊന്നി പറഞ്ഞിട്ടുള്ളതായി കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ നരകത്തിലാണ് എന്ന കാര്യം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഉദ്ധരിക്കുന്ന, നേരത്തെ ഇപ്പോൾ പറഞ്ഞ ഹദീസ് അടക്കം 2 ഹദീസുകൾ നമ്മൾ ഇവിടെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ആയത്ത്, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ. ആ ആയത്തിൽ അല്ലാഹു പറയുന്നത്, മാ കാന ലിന്നബി, ഒരു പ്രവാചകൻ, ഒരു നബിക്ക് പാടുള്ളതല്ല, വല്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്കും പാടുള്ളതല്ല, വിശ്വസിച്ച ആളുകൾക്കും പാടുള്ളതല്ല, അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക. മുശ്രിക്കീങ്ങളെ ഖബർ സന്ദർശിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക, അവരുടെ മരണത്തിന് ശേഷം ഇസ്തിഗ്ഫാർ നടത്തുക. വലൗ കാനു ഉലി ഖുർബ, ഇനി അവരെത്ര അടുപ്പമുള്ള ആളുകളായിരുന്നാലും ശരി, വലൗ കാനു ഉലി ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകത്തിൻ്റെ ആളുകളായെന്ന് ഉറപ്പായി, അവരുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു, എന്നിട്ടും അവർക്ക് വേണ്ടി പാപമോചനം നടത്തുക എന്ന് പറയുന്നത് ഒരു നബിക്കോ ആ നബിയെ പിന്തുടരുന്ന വിശ്വാസികളെന്ന് പറയുന്ന ഈമാനുള്ള ഏതൊരാൾക്കുമോ പാടുള്ളതല്ല എന്ന് വിശുദ്ധ ഖുർആനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി തന്നെ പ്രസ്താവിക്കുകയാണ്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ തന്നെയും ഈ ഒരു കാര്യം പല രൂപത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുടെ വിഷയം അത് നമ്മൾ എടുത്തു പറയാനുള്ള കാരണം, ചില ആളുകൾ ഈ വിഷയത്തിൽ തെറ്റായ ധാരണ വെച്ചു പുലർത്തുന്നു എന്നതുകൊണ്ടാണ്. വേറെ ചില ആളുകൾ പറയാറുണ്ട്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, പക്ഷെ നമ്മളങ്ങനെ പറയണ്ട. നമ്മളങ്ങനെ പറയുന്നത് മോശമല്ലേ? നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ പ്രവാചകനാണ്, നമ്മുടെ നേതാവാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞാൽ റസൂലിന് എന്താ തോന്നുക? അങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ പറയാറുണ്ട്. ഇത് പറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, ഇത് തെറ്റായി ധരിച്ച ഒരാളോട് സ്വാഭാവികമായും അയാൾ ഇതൊരു വലിയ നന്മയാണ്, അയാൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന വലിയ മനുഷ്യനായി കാണുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അയാൾ ചെറുപ്പത്തിലെ പഠിച്ചു വന്ന ഒരു ധാരണയായിരിക്കാം ഇത്. അപ്പോൾ അയാളോട് നമ്മളിത് തിരുത്തി കൊടുക്കുമ്പോൾ അയാളുടെ സാഹചര്യവും സന്ദർഭവും കണ്ട് നമ്മൾ തിരുത്തി കൊടുക്കുക എന്നാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്. ഒറ്റയടിക്ക് അയാൾ ഈ പറയുന്ന വിശ്വസിച്ച് വരുന്ന കാര്യങ്ങളെ വളരെ കർശനമായ രൂപത്തിൽ ഒറ്റ വെട്ടിന് 2 മുറി എന്ന് പറയുന്ന പോലെ നമ്മൾ തിരുത്തി കൊടുക്കാൻ നിന്നാൽ ഒരു പക്ഷേ അയാളത് സ്വീകരിക്കാൻ മടി കാണിച്ചേക്കാം. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കുകയും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിച്ച ഈ നിലപാട് സ്വഹീഹായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ തന്നെ വന്ന ഈ കാര്യത്തെ നമ്മൾ സ്വീകരിക്കുകയും അത് പരമാവധി തെറ്റായ ധാരണയിൽ അകപ്പെട്ടു പോയ ആളുകൾക്ക് തിരുത്തി കൊടുക്കുവാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. ഇത് ഉദ്ധരിച്ച ഒരുപാട് പണ്ഡിതന്മാരെ കാണാൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞ ഇമാം മുസ്ലിം അടക്കം, ഇമാം നവവി, അതുപോലെ തന്നെ ഇമാം അൽ ബൈഹഖി, അദ്ദേഹം നേരത്തെ പറഞ്ഞ ഈ ഒരു ഹദീസിൽ തന്നെ ഉദ്ധരിക്കുന്ന ഈ ഹദീസിൻ്റെ തന്നെ വിഷയത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അബവാഹു കാന മുശ്രിക്കൈൻ, പ്രവാചകൻ്റെ മാതാപിതാക്കൾ ഇരുവരും അവർ മുശ്രിക്കീങ്ങളായിരുന്നു. ഈ ഒരു ഹദീസാണ് അതിൻ്റെ തെളിവ്. അതുപോലെ തന്നെ ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഖബർ സന്ദർശിക്കാൻ വേണ്ടി പ്രവാചകൻ അനുവാദം ചോദിക്കുന്ന ഹദീസ്, ആ ഹദീസ് ഉദ്ധരിക്കുന്ന അധ്യായത്തിന് തലക്കെട്ട് കൊടുത്തത് എന്താണ്? ബാബു മാ ജാഅ ഫി സിയാറത്തി ഖുബൂരിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ ഖബർ സന്ദർശിക്കുന്നതിനെ കുറിച്ചുള്ള അധ്യായം. ഏതെങ്കിലും ഒരു വിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയ്ക്കോ ഉപ്പയ്ക്കോ ഒരു തൗഹീദിൻ്റെ അംശമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മുശ്രിക്കീങ്ങളുടെ ഖബർ സന്ദർശിക്കുന്ന അവരുടെ അധ്യായത്തിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും ഈ ഹദീസ് എണ്ണപ്പെടുമായിരുന്നില്ല. ഇമാം ഇബ്നു മാജ നമ്മൾ ഏറ്റവും പ്രാമാണികമായി കണക്കാക്കപ്പെടുന്ന വിശുദ്ധ ഖുർആൻ കഴിഞ്ഞുള്ള 6 ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നാണല്ലോ. അതുപോലെ തന്നെ അതിൽ തന്നെ പെട്ട 6 ഹദീസ് ഗ്രന്ഥങ്ങളിലൊന്നായ കുത്തുബു സിത്തയിൽപ്പെട്ട ഇമാം നസായി തൻ്റെ ഹദീസ് ഗ്രന്ഥങ്ങൾ, വിവിധ ഹദീസ് ഗ്രന്ഥങ്ങൾ ഇമാം നസായിക്കുണ്ട്. അതിൽ 2ലും അദ്ദേഹം ഇതേ ഹദീസ് അനുവാദം ചോദിക്കുന്ന ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം കൊടുക്കുന്ന തലക്കെട്ട് സിയാറത്തു ഖബ്രിൽ മുശ്രിക്, മുശ്രിക്കിൻ്റെ ഖബർ അത് സിയാറത്ത് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അധ്യായം. അതുപോലെ തന്നെ മുഫസ്സിരീങ്ങളിൽ ഒന്നാമനായി എണ്ണപ്പെടുന്ന ഇമാം അത്തൊബരി, ഹിജ്റ 300കളിൽ ജീവിച്ച 310 മരിച്ച പണ്ഡിതനാണ്. അദ്ദേഹം ആദ്യമായി തഫ്സീറുകൾ ക്രോഡീകരിച്ചൊരു ചട്ടക്കുള്ളിലാക്കി എഴുതുന്നത് ഇമാം തൊബരിയാണ്. ഇമാം അത്തൊബരി, ഇബ്നു ജരീർ അത്തൊബരി, അദ്ദേഹം തന്നെ തൻ്റെ തഫ്സീറിൽ പറയുന്നതായി കാണാൻ കഴിയും. അന്ന അഹ്ല ശിർക്ക് മിൻ അഹ്ലിൽ ജഹീം, ഷിർക്കിൻ്റെ അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നരകം തന്നെയാണല്ലോ അവർക്ക് ലഭിക്കാനുള്ളത്. വ അന്ന അബവൈഹി കാന മിൻഹും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ അവരിരുവരും മുശ്രിക്കീങ്ങളിൽ പെട്ടവർ തന്നെയായിരുന്നു എന്ന് അദ്ദേഹവും പറയുന്നതായി കാണാൻ കഴിയും. നമുക്കിവിടെ മനസ്സിലാക്കാനുള്ള ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. വിശുദ്ധ ഖുർആനിലൂടെ കടന്നുപോയ ആളുകളെന്ന നിലക്ക്, ഇസ്ലാമിക ചരിത്രത്തിലെ മറ്റു പല ഏടുകളും മറിച്ചു നോക്കിയവർ എന്ന നിലക്ക് നമുക്കിതൊരിക്കലും ഒരു പുതിയ കാര്യമല്ലല്ലോ. ഇബ്രാഹിം നബിയുടെ പിതാവിൻ്റെ വിഷയവും നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഭാര്യമാരുടെയും മക്കളുടെയും ഒക്കെ വിഷയവുമൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സന്ദർഭത്തിൽ ഇതുപോലെ തൻ്റെ സ്വന്തം പിതാമഹൻ അബ്ദുൽ മുത്തലിബ്, പിതൃവ്യൻ അബൂ താലിബ് ഹിദായത്ത് സ്വീകരിക്കാതെ മരണപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്ത ആയത്തിൽ തന്നെ നമുക്കെല്ലാവർക്കുമുള്ള മറുപടി, എന്തെങ്കിലും ഒരു സംശയം ആ വിഷയത്തിലുണ്ട് എങ്കിൽ, എന്നാൽ ഇത്ര വലിയ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയായ ഏറ്റവും ഉന്നതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾക്ക് ഹിദായത്ത് ലഭിക്കാത്തതിൻ്റെ ഉത്തരം അതിലുണ്ട്, ആ ആയത്തിലുണ്ട്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. വിശുദ്ധ ഖുർആൻ 2 തവണ ആവർത്തിച്ച സൂറത്തുൽ ഖസസിലെ ആയത്താണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, പ്രവാചകരെ താങ്കൾ ഉദ്ദേശിക്കുന്നവരെ, താങ്കൾ ഇഷ്ടപ്പെടുന്ന, താങ്കൾക്ക് ഇഷ്ടമുണ്ട് എന്ന് കരുതി, താങ്കൾക്ക് താല്പര്യമുണ്ട് എന്ന് കരുതി അവരെയൊക്കെ ഹിദായത്തിലാക്കുകയില്ല പടച്ചവൻ. ലാ തഹ്ദി, ഹിദായത്തിലാക്കാൻ കഴിയില്ല. വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ, പക്ഷെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും. അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ഹിദായത്തിലാക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുക. ഹിദായത്ത്